ഹായ് ഫ്രണ്ട്സ്, ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു ഉരുളൻകിഴങ്ങ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് ഉരുളൻകിഴങ്ങാണല്ലോ. അപ്പോൾ ഒരു 5 ഉരുളൻകിഴങ്ങ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നല്ലോണം കഴുകിയെടുക്കാം. ഇനി നമുക്ക് ആ ഉരുളൻകിഴങ്ങിനെ പകുതി വേവാവണ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉരുളൻകിഴങ്ങിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പകുതി വേവാവണ വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് കുരുമുളകും മുളക് പൊടിയും പെരുംജീരകം വെളുത്തുള്ളി കറിവേപ്പില കുറച്ച് വെള്ളവും ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് വറുത്തെടുക്കാം. കടുകൊക്കെ നല്ലോണം പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് അരച്ച് വച്ചേക്കണ മസാലയുണ്ടല്ലോ, അത് ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ചെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണ വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. മസാലയൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പകുതി വേവിച്ച് വച്ചേക്കണം ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഉരുളൻകിഴങ്ങിനെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ആ മസാലയൊക്കെ വറ്റിച്ചെടുക്കണം. ഉരുളൻകിഴങ്ങിലേക്ക് ആ മസാലയൊക്കെ നല്ലോണം പിടിച്ച് കിട്ടുന്ന രീതിയിൽ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ വറ്റി നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ നല്ലോണം വെന്ത് മസാലയൊക്കെ ഉരുളൻകിഴങ്ങിലേക്ക് നല്ലോണം ചേർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളൻകിഴങ്ങ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. പിന്നെന്താ, എന്നും പറയാറുള്ള പോലെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.